ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ വോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അതായത് ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ചെയ്യുന്നവരായിക്കോട്ടെ, ഏതൊക്കെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങളിടുന്ന വീഡിയോസിന് ഒരു പർട്ടിക്കുലർ വീഡിയോസിന് മാത്രമാണ് വ്യൂസ് കിട്ടുന്നുള്ളൂ എങ്കിലും നിങ്ങളുടെ എല്ലാ വീഡിയോസിനും വ്യൂസ് കിട്ടാനും അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബർ, വ്യൂസ്, ലൈക്ക്, അതുപോലെ വാച്ച് ടൈം ഒക്കെ നമുക്ക് എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി യൂട്യൂബിൻ്റെ ഒരു സെറ്റിങ്സ് നിങ്ങളുടെ ചാനലിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് തുടക്കക്കാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇപ്പോൾ സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഇവർ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു അടിപൊളി സിമ്പിൾ ട്രിക്ക് എന്ന് തന്നെ പറയാം. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു ചെറിയ ട്രിക്ക് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇതുവരെയും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഒരു യൂട്യൂബേഴ്സും ഈ ഒരു ട്രിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകില്ല. ഉണ്ടെങ്കിലും നിങ്ങളത് ഇമ്പോർട്ടൻസ് ആ ഒരു സെറ്റിങ്സിലേക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഒരു യൂട്യൂബിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നവരായിക്കോട്ടെ, ലോങ് വീഡിയോസ് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ പ്ലേലിസ്റ്റ്, നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ നിരവധി പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നതായിക്കോട്ടെ, ലോങ് വീഡിയോസ് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ പ്ലേലിസ്റ്റ് എന്തുകൊണ്ടും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് എങ്കിലും നിങ്ങളുടെ ഒരു യൂട്യൂബ് ചാനലിൽ ക്രിയേറ്റ് ചെയ്യാത്ത ഒരു യൂട്യൂബേഴ്സും ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂട്യൂബേഴ്സിന് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്ന ഒരു വീഡിയോ ആണ്. ഒരു 5 മിനിറ്റ് ഈ വീഡിയോയ്ക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ദിവസം കൊണ്ട് ഈ സെറ്റിങ്സ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ചാനലിന് നല്ല ഒരു റിസൾട്ട് കിട്ടും എന്ന് 100% ഞാൻ ഉറപ്പ് പറയുന്നു. കാരണം ഒരു 10 ദിവസം മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഈ ഒരു സെറ്റിങ്സ് ചെയ്തു. അതും നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ആ കാര്യം നിങ്ങളൊന്ന് ചെയ്തു കഴിഞ്ഞ് ഒരു 10 ദിവസം നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബർ, ലൈക്സ്, കമൻറ്റ്സ്, വ്യൂസ്, വാച്ച് ടൈം ഇത് വരുന്ന 100% ഷുവറാണ്. കാരണം എനിക്ക് ഇതിൽ ഒരു 100% ഉറപ്പുണ്ട്. കാരണം ഞാനൊരു 10 ദിവസം മുമ്പ് എൻ്റെ ചാനലിൽ ഈ ചെറിയ ട്രിക്കൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പല വീഡിയോസും നല്ല വ്യൂസും ലൈക്സും കമൻറ്റും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് വിജയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം നമ്മുടെ ചാനലിലൂടെ 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കിംഗ് ആയിട്ടുള്ള മെത്തേഡുകൾ മാത്രമാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ കൂടുതലുമായിട്ടും ചെയ്യുന്നത് യൂട്യൂബ് ട്യൂട്ടോറിയൽ, അതുപോലെ ടെക് റിലേറ്റഡ് വീഡിയോസാണ്. നമ്മുടെ ചാനലിലൂടെ നിരവധി ആളുകൾക്ക് നല്ല സബ്സ്ക്രൈബറും വ്യൂസും വാച്ചുവേഴ്സും മോണിറ്റൈസേഷനും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. കാരണം നമുക്ക് നല്ല രീതിയിൽ മെസ്സേജുകളും എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. റീപ്ലൈ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ടൈം ഡിലേയുടെ കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും റീപ്ലൈ ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരു നല്ല ഗ്രോത്ത് കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങൾ എത്ര സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, നല്ല ഏണിങ്സ് കിട്ടുന്ന യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഡെയിലി ഒരു 50,000 രൂപ കിട്ടുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിലും ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ 50,000 എന്നുള്ളത് 1,00,000 രൂപ വരെ നിങ്ങൾക്ക് കിട്ടുവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ യൂട്യൂബിൽ സബ്സ്ക്രൈബർ ഇല്ലാണ്ട് അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോ ചെയ്തിട്ടും ഇതുവരെയും വ്യൂസും ലൈക്സും സബ്സ്ക്രൈബറും കിട്ടാണ്ട് സ്റ്റക്കായിരിക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. നിരവധി യൂട്യൂബേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണാം. ചേട്ടാ 10 വീഡിയോസ് ഇട്ടതിലും 5 എണ്ണം മാത്രം ലൈക്സും കമൻറ്റും അല്ലെങ്കിൽ വ്യൂസ് കിട്ടി, ബാക്കി ഇടുന്ന എല്ലാ വീഡിയോസും സ്റ്റക്കായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഗ്രോ ഇല്ല, വ്യൂ ഇല്ല എന്ന് പറഞ്ഞ് നിരവധി കമൻസുകൾ നമുക്ക് വരുന്നുണ്ട്. സിമ്പിൾ ട്രിക്കിലൂടെ നമുക്ക് യൂട്യൂബ് ചാനലിനെ ഗ്രോ ചെയ്യിക്കാൻ പറ്റുന്ന കിടിലൻ ചെറിയ ചെറിയ ട്രിക്കുകളുണ്ട്. ഈ സെറ്റിങ്സുകൾ നമുക്ക് എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യണം. നിർബന്ധമായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. തീർച്ചയായും നിങ്ങൾ ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട് അറിഞ്ഞ് ചെയ്യുക. യൂട്യൂബിന് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും. 100% വർക്കിംഗ് ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂട്യൂബ് ചാനലുള്ള എല്ലാ യൂട്യൂബേഴ്സും കണ്ടിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് സെറ്റിങ്സാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നിങ്ങൾ നല്ല സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സബ്സ്ക്രൈബർ ഇല്ലാണ്ട്, വാച്ച് ടൈം ഇല്ലാണ്ട്, വ്യൂസും ലൈക്സും കമൻറ്റും ഒന്നും ഇല്ലാണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു പുതിയ യൂട്യൂബർ ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ചെയ്യേണ്ട ഒരു സെറ്റിങ്സാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു ട്രിക്ക് തന്നെയാണ്. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ യൂട്യൂബിൻ്റെ YT സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഫസ്റ്റ്, അതായത് ഹോം പേജ്, അതായത് ഡാഷ്ബോർഡിലേക്കാണ് നമ്മൾ വരുന്നത്. നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസും അതുപോലെ ലൈക്സും കമൻറ്റുകളും എല്ലാം നമുക്കിതിൽ കാണുവാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ മുകളിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ കണ്ടൻറ്റ് എന്ന് പറയുന്ന രണ്ടാമതായിട്ട് കാണുന്ന ഈ ഒരു
ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത് കാണുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ വീഡിയോ, ഷോർട്സ്, ലൈവ്, പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻസ് നമുക്ക് ടോപ്പിൽ കാണാൻ സാധിക്കും. അതിന് നിങ്ങൾ ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ പ്ലേലിസ്റ്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ നിരവധി പ്ലേലിസ്റ്റുകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പകുതിയും വീഡിയോസ് ഇല്ല, എന്നാൽ ഓൾറെഡി ഉള്ള വീഡിയോസ് നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളിട്ട വീഡിയോസ്, അതായത് നിങ്ങളൊരു 10-50 വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ വൈറലായിട്ടുണ്ടായിരിക്കുള്ളൂ. ആ വീഡിയോ വൈറലായതിലൂടെ നിങ്ങളുടെ ചാനലിന് കുറച്ച് സബ്സ്ക്രൈബറും വ്യൂസും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇടുന്ന വീഡിയോസോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഇടുന്നവരായിക്കോട്ടെ, നിങ്ങൾ എത്ര ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞ ശേഷവും അതിലൊരു 10 വീഡിയോ ആണ് വൈറലാകുന്നുള്ളൂ. പിന്നെ വ്യൂസും ലൈക്സും കമൻറ്റും ഒന്നും നിങ്ങളുടെ ചാനലിലേക്ക് വരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് പ്ലേലിസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് പറഞ്ഞു തരുന്നത്. അതിനായിട്ട് നിങ്ങളുടെ സെറ്റിങ്സ്, അതായത് നിങ്ങളുടെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞ ശേഷം ഓരോ പ്ലേലിസ്റ്റിൻ്റെ നെയിം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ട് വൈറലാകാണ്ട് കുറച്ച് വീഡിയോസ് മാത്രം വൈറലായിട്ട് നിൽക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള തോന്നലുണ്ടെങ്കിലല്ല, നിങ്ങൾ ചെയ്തിരുന്നോ, ഈ ഒരു സെറ്റിങ്സ് എന്തായാലും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തു വെച്ചോ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നല്ല ഒരു ഗ്രോ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പ്ലേലിസ്റ്റ് എടുക്കുക. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ എത്ര പ്ലേലിസ്റ്റ് ഉണ്ടായിക്കോട്ടെ, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേലിസ്റ്റ്, ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ പ്ലേലിസ്റ്റും ചെയ്യണം. അതിൽ ഞാൻ ഷോർട്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ചാനലാണെങ്കിൽ ഷോർട്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് എന്തായാലും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കും. അതെടുക്കുക. അതിനുശേഷം ഈ ഫസ്റ്റ് കാണുന്ന ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ടൈറ്റിൽ ഷോർട്സ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്സ് ആണ്. അതായത് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ ടൈറ്റിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. പക്ഷേ ഒത്തിരി വലിയ വേർഡ്സുള്ള ക്യാരക്ടേഴ്സ് കൊടുക്കാണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു സിമ്പിൾ വേർഡ്സിൽ വരുന്ന രീതിയിലുള്ള ടൈറ്റിൽ കൊടുക്കുക. ഷോർട്സ് അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, വാട്സപ്പ് ടിപ്സ്, അതുപോലെ ബ്യൂട്ടി ടിപ്സ്, ഹെൽത്ത് ടിപ്സ്, ഇങ്ങനെയൊക്കെ പറയുന്ന കീവേഡ്സ് അടങ്ങിയിട്ടുള്ള പ്ലേലിസ്റ്റ് നെയിമുകൾ ടൈറ്റിലായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഇപ്പോൾ ഷോർട്സ് എന്ന് പറയുന്നതിന് വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സ് എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു കീവേഡാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അതുപോലെ ഷോർട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു വേർഡ് എന്ന് പറയുന്നത്, ഷോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഷോർട്സിനെ കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് ഷോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തുകൊണ്ടാണ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ പ്ലേലിസ്റ്റ് പ്രൈവസി എന്ന് പറയുന്നത് പബ്ലിക് ആക്കി കൊടുക്കുക. ഓൾറെഡി തന്നെ പബ്ലിക് ആയിരിക്കും, പക്ഷേ പബ്ലിക് അല്ലാണ്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സെറ്റിങ്സ് പ്ലേലിസ്റ്റ് പ്രൈവസി എന്ന് പറയുന്നത് അത് പബ്ലിക്കാക്കി കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ഒരു യൂട്യൂബേഴ്സിനും അറിയാത്ത ഒരു സെറ്റിങ്സ് തന്നെയാണ്. അതായത് ഓർഡറിങ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം, അത് ന്യൂവസ്റ്റ് ഫസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡേറ്റ് ആഡഡ് ന്യൂവസ്റ്റ് എന്ന് പറഞ്ഞായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇത് നിങ്ങൾ മാറ്റണം. 100% നിങ്ങൾ മാറ്റിയിരിക്കണം. കാരണം ഈ ഓർഡറിങ് എന്ന് പറയുന്നിടത്ത് നിങ്ങൾ മോസ്റ്റ് പോപ്പുലർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്തു. കാരണം നിങ്ങളുടെ ന്യൂവസ്റ്റ് വീഡിയോ അല്ല നിങ്ങൾക്ക് ഇവിടെ ഷോർട്സിൽ വരേണ്ടത്. കാരണം നിങ്ങളുടെ ഒരു പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്ലേലിസ്റ്റ് ഒരു പുതിയ സബ്സ്ക്രൈബർ എടുത്ത് നോക്കുമ്പോൾ ഒരു ഷോർട്ട് വീഡിയോയുടെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ടോപ്പ് വൈറലായിട്ടുള്ള വീഡിയോ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒരു വ്യൂവർ കാണുകയാണെങ്കിൽ ആ വീഡിയോ വൈറലായതുകൊണ്ടല്ലേ എന്തായാലും ഇതിൽ മോസ്റ്റ് പോപ്പുലറായിട്ട് ഈ ഷോർട്ടിൻ്റെ പ്ലേലിസ്റ്റിൽ വന്ന് കിടക്കുന്നത്. അത് തീർച്ചയായും അവർക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു കണ്ടൻറ്റ് ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൻ്റെ അകത്ത് ഓർഡറിങ് എന്ന് പറയുന്നത് മോസ്റ്റ് പോപ്പുലറായിട്ട് സെറ്റ് ചെയ്തു. 100% വർക്കിംഗ് ആണ്. 100% വർക്കിംഗ് ആണ്. കാരണം എൻ്റെ എല്ലാ പ്ലേലിസ്റ്റിലും ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ പ്ലേലിസ്റ്റാണ്. അതിൻ്റെ അകത്തൊക്കെ ഞാൻ മോസ്റ്റ് പോപ്പുലറാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് തന്നെയാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് നല്ല ഗ്രോ കിട്ടുന്ന 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണിത്. മാക്സിമം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം അപ്പോൾ തന്നെ നിങ്ങളുടെ യൂട്യൂബ് പ്ലേലിസ്റ്റിൻ്റെ സെറ്റിങ്സ് ഈ ഒരു രീതിയിലാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% 10 ദിവസം കൊണ്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിനും ഗ്രോയും വ്യൂസും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബറും എല്ലാം കിട്ടും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ സെറ്റിങ്സ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉടൻ തന്നെ ചെയ്തു.
യൂട്യൂബ് സെറ്റിങ്സ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും ചെയ്തു വെച്ചിരിക്കണം. കാരണം 100% വർക്കിംഗ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. കാരണം ഞാൻ നിങ്ങളോട് ഓൾറെഡി തന്നെ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലേക്ക് വരുന്ന ഒരു പുതിയ സബ്സ്ക്രൈബർ നിങ്ങളുടെ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എന്തായാലും പോകില്ല. അങ്ങനെ കാണുന്നതിലൂടെ നിങ്ങളുടെ അടുത്ത വീഡിയോസ് അതിലേക്ക് സജസ്റ്റ് ചെയ്തു വരും ആ സബ്സ്ക്രൈബറിന്. ഇങ്ങനെ നിങ്ങളുടെ ചാനൽ നല്ല ഗ്രോയിലേക്ക് എത്തും. നിങ്ങൾ ഓൾറെഡി തന്നെ ചുമ്മാ കുറേ വീഡിയോസ് പ്ലേലിസ്റ്റിൽ ഇട്ടു, അതിലൊരു 10 വീഡിയോ ഇട്ടതിൽ 2 എണ്ണം മാത്രം നല്ല വ്യൂസും അല്ലെങ്കിൽ നല്ല ടോപ്പായിട്ട് വൈറലായി. ആ വീഡിയോ ചിലപ്പോൾ ടൈം അനുസരിച്ച് അത് ചിലപ്പോൾ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ടായി പോകും. അതായത് നിങ്ങളിടുന്ന വീഡിയോസ് ടോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വൈറലായിട്ടുള്ള കണ്ടൻറ്റ് ഒരിക്കലും ഒരു സബ്സ്ക്രൈബർ തിരഞ്ഞു പിടിച്ച് കാണാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് പ്ലേലിസ്റ്റിൻ്റെ അകത്ത് ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ എടുക്കുന്ന ആരെങ്കിലും, ഇപ്പോൾ ഓൾറെഡി ഉള്ള ഒരു സബ്സ്ക്രൈബർ ആയിക്കോട്ടെ, എപ്പോഴെങ്കിലും നിങ്ങളുടെ ചാനൽ എടുക്കുന്ന സമയത്ത് ഒരു പ്ലേലിസ്റ്റിൻ്റെ അകത്ത് ഈ ഒരു ടോപ്പ് വൈറലായിട്ടുള്ള വീഡിയോ കാണുമ്പോൾ 100% ആ പ്ലേലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസും വാച്ച് ചെയ്യും. അതിലൂടെ നല്ല വ്യൂസും ലൈക്കും കമൻസും സബ്സ്ക്രൈബറും നിങ്ങളുടെ ചാനലിലേക്ക് എത്തും. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ് ഇത്. എല്ലാ യൂട്യൂബേഴ്സും ചെയ്തു 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു ട്രിക്ക് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഈ വലിയ ട്രിക്കും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ ട്രിക്കുകൾക്കും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടിപ്പുകൾക്കായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്നത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ വരുന്ന വീഡിയോസ് നിരവധി ആളുകൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ട് എന്ന് 100% എനിക്ക് ഉറപ്പാണ്. അത് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നിരവധി ആളുകൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നും നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും അല്ലെങ്കിൽ ട്രിക്സും ടിപ്സും ഒക്കെ കിട്ടുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഒരു ചെറിയ ചാനൽ തുടങ്ങി എനിക്ക് ഇതുവരെയും ഗ്രോ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാ മെമ്പേഴ്സിനും നല്ല രീതിയിൽ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഹെൽപ്പും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള കിഡിലൻ ട്രിക്കുകൾ ഞങ്ങൾ കൊണ്ടുതരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ട്രിക്കുകൾ നിങ്ങൾക്ക് എത്തിക്കാനും വലിയ വിജയത്തിലേക്ക് നമുക്ക് പോകാനും സാധിക്കുള്ളൂ. എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബിൽ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂട്യൂബിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കും. യൂട്യൂബ് ഒരു ഇൻകം സോഴ്സായിട്ട് കാണാണ്ട് ഒരു പാർട്ട് ടൈം ഇൻകം സോഴ്സായിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. അത് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അല്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം അത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിൽ നിന്നും 100% നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഒരു ഉറപ്പായിട്ടും പറയുന്ന ഒരു വ്യക്തിയാണ്. കാരണം എനിക്ക് അത്ര ഉറപ്പുണ്ട്. കാരണം നിങ്ങൾ ചെയ്യുന്ന വർക്കിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിന് നിങ്ങൾക്ക് ഇതിൽ നിന്നും പ്രതിഫലം എന്തായിട്ടും കിട്ടും. അതായത് നിങ്ങൾ കള്ളത്തരമൊന്നും കാണിക്കാണ്ട് നുറുങ്ങുവിദ്യകളൊന്നും കാണിക്കാണ്ട് നല്ല മെത്തേഡിലൂടെ, അതായത് പ്രോപ്പർ വഴിയിലൂടെ യൂട്യൂബിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ലൈഫിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും യൂട്യൂബ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നമ്മൾ തരുന്നതായിരിക്കും. അതുപോലെ വീഡിയോ കിഡിലിനായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷോർട്ട് വീഡിയോ വൈറലാക്കുന്നതിന് വേണ്ടി കിഡിലൻ ഒരു ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോയ്ക്ക് മാത്രമായിട്ട്. അതിലൂടെ എൻ്റെ ഷോർട്ട് വീഡിയോസ് ഞാൻ വൈറലാക്കാൻ പോവുകയാണ്. ഈ ചാനലിലൂടെ ഞാൻ ഷോർട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. കാരണം ഷോർട്ട് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ഷോർട്ട് എഡിറ്റിംഗ് അറിയുന്ന ആളുകളെ കൊണ്ട്, അതായത് എൻ്റെ ഫ്രണ്ട്സിനെയും കൊണ്ട് ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഷോർട്ട് വീഡിയോ വൈറലാക്കുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഷോർട്ട് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല. കുറച്ച് ആളുകൾ നമ്മുടെ ചാനലിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഷോർട്ട് വീഡിയോ വൈറലൊന്നും ആകുന്നില്ല, ആദ്യം എൻ്റെ വീഡിയോ വൈറലാക്കാൻ പറഞ്ഞ്. അപ്പോൾ ഇതെനിക്ക് ഒരു വാശിയായി. അതുകൊണ്ട് 100% വർക്കിംഗ് ട്രിക്കുകളോടെ തന്നെ ഈ പറയുന്ന ആളുകളുടെ മുന്നിലൂടെ അടിപൊളി വ്യൂസുള്ള കിഡിലിനൊരു ഷോർട്ട് ചാനൽ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് വ്യൂസും ലൈക്കും സബ്സ്ക്രൈബറും മോണിറ്റൈസേഷൻ കിട്ടിയിട്ടേ ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ ആ ചാനലിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ഈ പറയുന്ന വീഡിയോ 100% എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ചാനൽ ഞാൻ 100% സക്സസ്ഫുൾ ആക്കി റണ്ണാക്കി മോണിറ്റൈസ്ഡ് ആക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോഴും ഷോർട്ട് വീഡിയോയ്ക്ക് വ്യൂസും ലൈക്സും എങ്ങനെ കൊണ്ടുവരാം എന്ന്. അപ്പോൾ അതുവരെയും ഞാനിടുന്ന വീഡിയോസ് ഞാൻ അതിൽ ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ പുതിയ ചാനലിൽ ചെയ്യുന്ന ഓരോ ട്രിക്കുകളുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അത് കള്ളത്തരമല്ല, ശ്രദ്ധയോടെ കേട്ടിരുന്ന് നല്ല രീതിയിൽ വർക്കൗട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നിങ്ങളുടെ യൂട്യൂബ് ചാനലും രക്ഷപ്പെടും. മറ്റാരുടെയും വാക്കുകൾ കേൾക്കേണ്ട, 100% നമ്മുടെ ചാനലിനോടൊപ്പം നിന്നോ, തീർച്ചയായിട്ടും നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് ഗ്രോ ഉണ്ടാകും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നിങ്ങൾക്ക് വൈറലാകാൻ വേണ്ടിയുള്ള ഒരു കിടിലം വീഡിയോ ആണ് കൊണ്ടുതരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വളരെ താങ്ക്സ് ഉണ്ട്. നമ്മുടെ ഈ ചാനൽ 10K സബ്സ്ക്രൈബറിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സഹായിച്ച എല്ലാവർക്കും വളരെ താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് എല്ലാവരോടും ഒരു വട്ടം കൂടെ താങ്ക്സ് പറയുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.